വലിയ തോതിൽ അഭിമാനമായി മാറിയ ഒട്ടേറെ പദ്ധതികൾ ഈ നഗരത്തിൻ്റേതായി സ്വന്തമായിട്ടുണ്ട്. അതിലൊന്നാണ് വിശപ്പ് രഹിത നഗരമെന്ന സ്വപ്നം സമൃദ്ധിയറ്റ് കൊച്ചി എന്ന ജനകീയ ഭക്ഷണശാലയിലൂടെ യാഥാർത്ഥ്യമായത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ചേരികളിൽ ജീവിതം നയിച്ചിരുന്ന അങ്ങേയറ്റം ദുരിതപർവം താണ്ടിയിരുന്ന തുരുത്തിയിലെയും PNT കോളനിയിലെയും സഹോദരങ്ങൾക്കായി ആധുനിക സൗകര്യങ്ങളുള്ള ഫ്ലാറ്റുകൾ ഉയർന്നത് നാം കണ്ടതാണ്. ഗതാഗതക്കുരുക്കിന് പരിഹാരമായി സ്മാർട്ട് റോഡുകൾ, മൂന്നാമത്തെ റോറോ വെസൽ, തമ്മനം പുല്ലേപ്പടി റോഡ് വികസനം ഒക്കെ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി കൊച്ചിയുടെ ശാപമായി നിലനിന്നതായിരുന്നു വെള്ളക്കെട്ട്. അതിന് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിലൂടെ പരിഹാരം കാണാൻ നമുക്ക് കഴിഞ്ഞു. മാലിന്യ മല തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് നീക്കം ചെയ്ത് നമ്മുടെ ബ്രഹ്മപുരത്തെ പച്ചപ്പിലേക്ക് തിരികെ കൊണ്ടുവന്നതും, അതേപോലെ തന്നെ എറണാകുളം മാർക്കറ്റിനെ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുന്നതുമൊക്കെ അങ്ങേയറ്റം ആഹ്ലാദത്തോടെയാണ് ആളുകൾ കാണുന്നത്. MK അർജുനൻ മാസ്റ്റർക്കും മഹാകവി G ശങ്കരക്കുറുപ്പിനും ഉചിതമായ സ്മാരകങ്ങളൊരുക്കി സാംസ്കാരിക രംഗത്തും കൊച്ചി വളരുകയാണ്. ആധുനിക നഗരങ്ങൾക്കൊപ്പം തലയുയർത്തി നിൽക്കാൻ സാധിക്കും വിധം കൊച്ചിയെ മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് നാം ഉറച്ച ചുവടുവെപ്പുകളോടെ മുന്നേറുകയാണ്. നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ സ്വാഭാവികമായും പറയാനുണ്ട്. പക്ഷേ ഈ ആമുഖത്തിൽ അതിലേക്കാകെ ഞാനിപ്പോൾ കടക്കുന്നില്ല. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. അതുകൊണ്ട് അതിനുള്ള അവസരം കുറക്കേണ്ടതില്ല എന്നതുകൊണ്ട് ആമുഖം ഞാനിവിടെ ചുരുക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.